ചോദിച്ചിട്ടുണ്ട്. കൈകണ്ണം പാവല്ല പാമ്പ് ചെയ്താണ്. എനിക്ക് താല്പര്യമില്ല. ഒരാൾക്ക് കുറച്ച് താല്പര്യം ഉണ്ടാവില്ല. അവരെ കൂടി നീ വരുന്ന അവർ കോമാക്കുന്നല്ല. നീ എന്തൊക്കെയാണെങ്കിൽ അവരോട് കൂടുമ്പോൾ എനിക്ക് പടങ്ങൾ കിട്ടാണ്ടാവും. എനിക്ക് മാന്യമായിട്ട് പടങ്ങളുണ്ട്, സിനിമകളുണ്ട്. അവർ കോമാത്രം കാണിക്കും. നീ പറയാൻ നീ കോമാത്രത്തിലല്ലോ വന്നു. അവർ എന്നെക്കാളും ഹൈ വോൾട്ടേജ് കോമാത്ര. മനസ്സിലായോ? നമ്മളൊക്കെ പരിധിയുണ്ട്. അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് പറഞ്ഞാൽ കൂടി തിരിയില്ല ചിലത്. കാരണം പെണ്ണ് നിങ്ങളാണ് ഫാദർ കോമാടുത്ത് നിങ്ങളാണ്. അവര് പറഞ്ഞത് എന്നെക്കാളും മുന്നേ അവർ അവാർഡിൽ കിട്ടി. അതുപോട്ടെ, ഇത് കണ്ട എമ്പുരാൻ ട്രെയിലർ കണ്ട? ആ നൈറ്റ് ആ ബെസ്റ്റ് അടിപൊളി ട്രെയിലർ അല്ലേ? അതല്ലേ ഇത്രയും പേര് ഇവിടെ ലൂസിഫറിന് വന്നത്. ലാലേട്ടന്റെ പടത്തിൽ നമ്മൾ വർക്ക് ചെയ്തതല്ലേ? അലിഞ്ചോസ് ട്രെയിലർ കണ്ടല്ലേ? ട്രെയിലർ കണ്ടല്ലേ? എന്തായാലും നല്ല രീതിയിൽ കാശുണ്ടാകും. പടം നന്നായാലും മോശമായാലും 400-300 നല്ല കാശ് കിട്ടും. പടം മോശമായാലും ഫിനാൻഷ്യൽ സക്സസ്ഫുള്ളായി മറ്റേ 3 വർഷം കളക്ഷനിൽ വെച്ച് എന്തായാലും പിന്നെ ആൻഡ്രി ബെൽബോന് കാശ് കിട്ടും. അത് ഇത് കൂടെയാണ്. നമ്മുടെ കാശ് പോകുന്ന അറിയില്ല. നമ്മുടെ കാശ് പോകുന്ന അറിയില്ല. പക്ഷെ ആൻഡ്രി ബെൽബോന് കാശ് കിട്ടും. അത് ഇംഗ്ലീഷ് പടത്തിനൊക്കെ വെല്ലാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഗൺ ഷോട്ടാണെങ്കിലും ഫ്രെയിം വർക്ക് ആണെങ്കിൽ രാജുവേട്ടൻ്റെ ഒരു മേക്കിംഗ് ഗംഭീരം. കാരണം ഞാൻ കണ്ടു പഠിച്ചാണ്. കാരണം പറയാൻ കാര്യം ലൂസിഫറിൻ്റെ 1ാം ഭാഗത്തിൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നെങ്കിലും അല്ല നമ്മൾ ആദ്യം അന്ന് ഫെയിമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കാണാൻ പറ്റി. പുള്ളിയുടെ ഒരു ഫെയിമില്ലാത്തതുകൊണ്ട് ഫെയിം ആയിട്ടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 2012 ഷൂട്ട് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ എമ്പുരാനിൽ ഒരു ക്യാമിയോ റോളില്ല. ട്രെയിലറിലും പറഞ്ഞിട്ടില്ല. എന്നോട് സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞ പെരേരയുടെ വരുന്നതാണ്. ഞാനല്ല ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഒരു പെരേരയാണ്. ചിലപ്പോൾ അതുകൊണ്ട് വെക്കാം. കാരണം നമ്മുടെ സരോജ് കുമാർ എമ്പുരാന്റെ സെറ്റിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ വെച്ചേക്കാം. ഡൂപ്പിനെ വെച്ചിട്ട് മഞ്ഞുമൽ ബോയ്സ് 100 കോടി ഓടിയല്ലോ. നീരജ് മാധവ് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു പടം കണ്ടിറങ്ങിയപ്പോ. സീനിൽ നീല്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ സലിംകുമാർ മാണല്ലോ പറഞ്ഞിട്ടുണ്ട്. സലിംകുമാർ മാട്ടിന്റെ ലൊക്കേഷനിൽ നമ്മൾ പോയി. ഓഫീസിലെ ഡ്യൂട്ടി ഇഷ്ടപ്പെട്ടില്ല. പടത്തില് കഥ ഇഷ്ടപ്പെട്ടില്ല. ചാക്കോച്ചന്റെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചാക്കോച്ചൻ മൊത്തത്തിൽ അഭിനയത്തിൽ താങ്കളുടെ റോൾ മോഡലാണ്. അഭിനയത്തിൽ എൻ്റെ റോൾ മോഡല് ദിലീപേട്ട. ചക്കരമുറത്ത് മൊത്തം ക്യാരക്ടർ എനിക്ക് വന്നു ചെയ്യാൻ പറ്റും. അല്ല ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മെസ്സേജ് ആണ് ചക്കരമുറത്തിലെ ദിലീപാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആ ക്യാരക്ടർ വെച്ച് സാമ്യം ചെയ്യരുത്, ഡിസ്മെന്റ് ചെയ്യരുത്, ഞാൻ വേറെ ആളാന്ന് പറയും. പൊട്ടനും മണ്ടണമെന്ന് അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ്. സാമർത്ഥ്യമുണ്ട്. പിന്നെ പക്വത കൂടുതലാണ്. പ്രായത്തെക്കാളെ ഗൗരവമുണ്ട്. ആ പിന്നെ ചില സമയത്ത് നിയന്ത്രിക്കാൻ അറിയാം നമുക്ക്. അല്ല നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബ്രൈറ്റിന്റെ സംഭവം പെട്ടെന്ന് വിളിച്ച് നിർത്തിയത്. അല്ലെങ്കിൽ നിർത്താൻ വിളിക്കാം. നിയന്ത്രിച്ചിട്ടാണ് അത്രയും ചെയ്തത്. എന്റെ അമ്മൂമ്മ അല്ല എന്റെ അമ്മൂമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ നിർത്താണ്ട് തീർക്കും. 1 മണിക്കൂറോളം അവരാണ് പഠിപ്പിച്ചത്. കാരണം അവര് ഇന്റർവ്യൂ ചെയ്യാൻ പോകണം. മീഡിയക്കാർ ലൈവ് ഇന്റർവ്യൂ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ബട്ടൺ ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ലൈവ്. അവാർഡ് കിട്ടി. മുന്നോട്ട് പോയി. ഇയാൾ എമ്പുരാനിൽ ഞാൻ പറയാം ആ ക്യാമറ റോളിൽ നേരാ വില്ല. അല്ല ടോവിനൊന്നല്ല നേരെ വില്ല.